وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ സംബന്ധിച്ച് മതത്തിന് ഇടക്കാലത്ത് സമാന്തരം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ശത്രു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്നതിനും പഠിക്കുന്നതിനും നാം ഒത്തുകൂടിയ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മത നവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തെ അധികരിച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ആദർശ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി യുവജന പ്രസ്ഥാനം, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും സംയുക്തമായി ആചരിക്കുന്ന ആദർശ പ്രചാരണ കാലത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന മത നവീകരണവാദം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. മതം എന്ന പേരിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെയും മനുഷ്യ നിർമ്മിതമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരു പക്ഷേ ദൈവികമെന്ന് വിളിക്കപ്പെടാവുന്ന മതങ്ങൾ മനുഷ്യകരങ്ങളാൽ വികൃതമാക്കപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യകരങ്ങളാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതോ ആയ മതങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമേതര ആദർശങ്ങൾ എല്ലാം. അവയ്ക്കൊക്കെയും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലോകത്തുണ്ട്. തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങളും വിശ്വാസ സംഹിതയും അതെത്ര വികൃതവും ബുദ്ധിശൂന്യവും ആണെങ്കിൽ പോലും അത് വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ലോകത്ത് എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമാണ് അല്ലാഹുവിന്റെ മതം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതുകൊണ്ട്
അത് ഉപയോഗപ്പെടുത്തി ആ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലാഹു ആലു ഇംറാൻ സൂറത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ താൽപര്യം മതങ്ങൾ എന്ന പേരിൽ ഏതൊക്കെ ഇസങ്ങളും സിദ്ധാന്തങ്ങളും ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാം എന്ന മതം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഈ കൊച്ചു വാക്യത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ നടത്തുന്നത്. ഇസ്ലാമേതര മതങ്ങൾ സ്വീകാര്യമല്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ആലു ഇംറാൻ സൂറത്തിന്റെ 85-ാമത്തെ വാക്യത്തിൽ ഒരു താക്കീദിന്റെ സ്വരത്തിൽ, ഒരു മുന്നറിയിപ്പുകാരന്റെ സ്വരത്തിൽ മനുഷ്യരെ മുഴുവനും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്ത മറ്റൊരു ഇസത്തെ, മറ്റൊരു പ്രത്യയശാസ്ത്രത്തെ, മറ്റൊരു ചിന്താ പദ്ധതിയെ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്ന പക്ഷം ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല വഫിൽ ആഖിറതി വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ഇസ്ലാമേതര മതങ്ങളെ ആദർശങ്ങളായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ പാരത്രിക ലോകത്ത് പരാജിതരായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് കുറെ മതങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, വേറെ കുറെ മതങ്ങൾ അസ്തമിച്ചു പോയിട്ടുണ്ട്, വേറെ ചില മതങ്ങൾ ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം മതങ്ങളിൽ ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളും ആത്മീയമെന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആദർശങ്ങളും ഉണ്ട്. പക്ഷേ ഭൗതികമോ ആത്മീയമോ ആകട്ടെ ഇസ്ലാമല്ലാത്ത മറ്റൊന്നും സ്രഷ്ടാവായ അല്ലാഹുവിന് സ്വീകാര്യമല്ല എന്ന പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ നടത്തുകയും ആ പ്രഖ്യാപനം സ്വീകരിക്കാതെ ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും ഒരു ആദർശത്തെ മതമായി സ്വീകരിക്കാൻ തയ്യാറാകുന്നവർ പാരത്രിക ലോകത്ത് പരാജിതരായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി അല്ലാഹുവിന്റെ ഖുർആൻ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം എന്ന പേരിൽ തന്നെ വിവിധങ്ങളായ ചിന്തകളും വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതനവീകരണം എന്ന വിഷയത്തെ അധികരിച്ച് ഈ പ്രഭാഷണം നാം സംഘടിപ്പിക്കുമ്പോൾ നമുക്കിടയിൽ ഇസ്ലാമിന്റെ തനത് രൂപം അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നിലധികം വിഭാഗങ്ങൾ ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിന് സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്നും ഇസ്ലാമല്ലാത്ത മറ്റ് മതങ്ങളൊന്നും എനിക്ക് സ്വീകാര്യമല്ലെന്നും ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നവർ പരലോകത്ത് പരാജിതരായിരിക്കുമെന്നും പറയുന്ന, അത് സ്വീകരിക്കണമെന്ന് അല്ലാഹു എല്ലാ മനുഷ്യരോടും ആജ്ഞാപിക്കുന്ന ആ മതം യഥാർത്ഥത്തിൽ ഏതാണ് എന്ന് നാം ഇപ്പോൾ പരിശോധിക്കേണ്ടി വരികയാണ്. ഇസ്ലാമിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളും വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും ലോകത്ത് പ്രവർത്തിക്കുക നിമിത്തം അല്ലാഹുവിന്റെ മതം പരിശുദ്ധ ഇസ്ലാം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആദർശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഹ്രസ്വമായ ഒരു പഠനം, ഒരന്വേഷണം ഏതൊരു സത്യവിശ്വാസിയും നടത്തേണ്ട ഒരു സന്ദർഭമാണിപ്പോൾ.
അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ വാക്യത്തിൽ അല്ലാഹുവിന്റെ മതത്തെ സംബന്ധിച്ച്, ഒരു സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ട ആദർശത്തെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വഅന്ന ഹാദാ. നേരത്തെ സൂറത്തു ആലു ഇംറാനിൽ പറഞ്ഞിട്ടുള്ള ഇസ്ലാം മാത്രമേ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ, അത് സ്വീകരിക്കാത്തവർ പരാജിതരായിരിക്കും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ള, സൂചിപ്പിച്ചിട്ടുള്ള ആ ഇസ്ലാമിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഈ ഇസ്ലാം സിറാത്തി മുസ്തഖീമ, എന്റെ പക്വമായ ചൊവ്വായ നേരായ മാർഗമാണ്. ആ നേരായ മാർഗം ഫത്തബിഊഹു, ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുല. ഇസ്ലാമിന്റെ പേരിൽ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ പിൽക്കാലത്ത് രംഗത്ത് വന്നേക്കും. അങ്ങനെ രംഗത്ത് വന്ന് ഞങ്ങളാണ് ഇസ്ലാമിന്റെ, ഞങ്ങൾ പറയുന്ന ആദർശങ്ങളാണ് ഇസ്ലാമിന്റെ തനത് രൂപമെന്ന് ഏതെങ്കിലും ഒരു വിഭാഗം അവകാശപ്പെട്ടാൽ അത് നിങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല. നിങ്ങൾ എന്റെ ചൊവ്വായ മാർഗത്തെ പിന്തുടരണമെന്നും വലാ തത്തബിഉസ് സുബുല, ഈ മാർഗത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രസ്ഥാനത്തെയും നിങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫതഫറഖ ബികും അൻ സബീലിഹി. ഏതെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം ആ പ്രസ്ഥാനം നിങ്ങളെ ഭിന്നിപ്പിക്കുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും അങ്ങനെ മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം ഏതാണോ ആ ഇസ്ലാം മാത്രമേ മതമായി നിങ്ങൾ സ്വീകരിക്കാവൂ എന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ദാലികും വസ്വാകും ബിഹി, ഈ ഉപദേശം ഞാൻ നിങ്ങളോട് നൽകുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി വിജയം വരിക്കുന്നതിന് വേണ്ടിയാണ് എന്നും ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ വാക്യങ്ങൾ, ഈ ഖുർആൻ വാക്യങ്ങളൊക്കെയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇസ്ലാം മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചൊവ്വായ മാർഗമാണ്, ഋജുവായ പാതയാണ്, പക്വമായ ഒരു ആദർശ സംഹിതയാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ഖുർആൻ ഉദ്ദേശിക്കുന്ന ഈ ചൊവ്വായ മാർഗം ഏതാണ്? സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വാക്യത്തിൽ അല്ലാഹു ആ കാര്യം പറയുന്നുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഇന്ന ഹാദൽ ഖുർആന, നിശ്ചയം ഈ ഖുർആൻ, ഈ വിശുദ്ധ ഗ്രന്ഥം, യഹ്ദീ, അത് നയിക്കുന്നു, അത് മനുഷ്യനെ നയിക്കുന്നു, ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ഋജുവായ, ഏറ്റവും പക്വമായ ഒരു മാർഗത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത് എന്നും അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിശ്വാസിക്ക് മുമ്പിൽ ഇത്രയും ഖുർആൻ വാക്യങ്ങൾ നാം മനസ്സിലാക്കുന്നതോടെ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. അല്ലാഹുവിന്റെ മതം ഇസ്ലാമാണ്. ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചൊവ്വായ മാർഗമാണ്. ആ ചൊവ്വായ മാർഗത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നതും വിളിക്കുന്നതും. എങ്കിൽ ഈ ചൊവ്വായ മാർഗം ഏതാണ്? ഖുർആൻ ഉദ്ദേശിക്കുന്ന ഈ ഋജുവായ മാർഗം ഏതാണ്? അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണവും പഠനവും, അതാണ് ഈ പ്രഭാഷണം കൊണ്ട് പ്രധാനമായും നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ
വ്യക്തമാക്കുന്ന ഋജുവായ മാർഗം, ആ മാർഗം കൊള്ളെ ചേർക്കുന്നതിന് വേണ്ടി ഒരു സത്യവിശ്വാസി സദാസമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഫാത്തിഹ സൂറത്തിൽ എല്ലാ നിസ്കാരവേളയിലും ഒരു ദിവസം കുറഞ്ഞത് 17 തവണ ഒരു മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴികൂട്ടണമേ. നേരായ മാർഗമാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മാർഗം. ആ ഇസ്ലാമാണ് അല്ലാഹുവിങ്കൽ സ്വീകാര്യം എന്ന് നേരത്തെ സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ഖുർആൻ ഈ ഋജുവായ മാർഗത്തിലേക്ക് വഴികൂട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളോടും ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറയുന്ന ഖുർആൻ ഏതാണ് ചൊവ്വായ മാർഗം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ചൊവ്വായ മാർഗത്തിന്റെ പേരിൽ ഒന്നിലധികം അവകാശവാദികൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആദർശമാണെന്നും ആ ആദർശമാണ് സത്യസന്ധമെന്നും അവകാശപ്പെടുകയും അതിനുവേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒത്തിരി വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഋജുവായ മാർഗം ഏതാണ് എന്ന കാര്യം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ചൊവ്വായ വഴികളെ ചേർത്ത് കിട്ടുന്നതിന് വേണ്ടി ഓരോ മുസ്ലിമും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതേ ഖുർആനിക അധ്യായത്തിൽ തന്നെ ഏതാണ് ചൊവ്വായ മാർഗം എന്ന് വിശദീകരിക്കുന്നു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സിറാത്തല്ലദീന ഒരു വിഭാഗത്തിന്റെ വഴിയാണ്, ഒരു വിഭാഗത്തിന്റെ മാർഗമാണ്. അൻഅംത അലൈഹിം നീ അവർക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നീ അനുഗ്രഹം ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ലോകത്തുണ്ട്. ആ അനുഗ്രഹത്തിന് വിധേയരായിട്ടുള്ളവർ ആരാണോ അവര് സഞ്ചരിക്കുന്ന വഴിയിൽ, അവര് പ്രവർത്തിക്കുന്ന മാർഗത്തിൽ ഞങ്ങളെയും ചേർത്തിത്തരേണമേ എന്ന് എല്ലാ മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 17 തവണയെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ട സത്യസന്ധമായ മാർഗത്തിന്റെ മാനദണ്ഡമെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള അള്ളാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രത്യേക വിഭാഗം ആരാണ്? അത് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനും യഥാവിധി വഴിപ്പെടുന്ന പക്ഷം ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്. അവർ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആരാണ് അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ട ആ വിഭാഗം? ഖുർആൻ നമ്പറിട്ടെന്ന വണ്ണം വിശദീകരിക്കുന്നു. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ശുഹദാക്കന്മാർ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ട അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗമാണ് ശരിയായ വഴി എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തരികയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഖുർആൻ വാക്യത്തിലൂടെ ഈ ചൊവ്വായ വഴി നിങ്ങൾ പിന്തുടരണമെന്നും അല്ലാത്ത മറ്റെന്ത് മാർഗത്തെ നിങ്ങൾ അവലംബിച്ചാലും ആ മാർഗങ്ങളൊക്കെയും നിങ്ങളെ ഭിന്നിപ്പിക്കുമെന്നും
നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു. നിങ്ങൾ ഓരോ ദിവസവും 17 തവണ ഏതൊരു മാർഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണോ ആവശ്യപ്പെടുന്നത് ആ മാർഗത്തെ നിങ്ങൾ അവലംബിക്കണം. ആ മാർഗം അംബിയാഇന്റെ മാർഗമാണ്, ഔലിയാഇന്റെ മാർഗമാണ്, ശുഹദാഇന്റെ മാർഗമാണ്, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാഇന്റെ പിന്തുണയും അംഗീകാരവും ഏതൊരാദർശത്തിനാണോ ഉള്ളതെങ്കിൽ ആ ആദർശത്തെ നിങ്ങൾ പിന്തുടരണമെന്നും അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും നിങ്ങൾ ഭിന്നിപ്പിക്കപ്പെടുമെന്നും ഋജുവായ മാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരങ്ങളെ, ഈ സത്യസന്ധമായ പാന്താവ് ഒരു മുസ്ലിം സ്വീകരിച്ചിരിക്കേണ്ട, ഒരു മുസ്ലിം അംഗീകരിച്ചിരിക്കേണ്ട സത്യസന്ധമായ മാർഗത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ ഖുർആൻ ആ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന, ആ മാർഗത്തിൽ നിന്നും വ്യതിയാനം സംഭവിക്കുന്നതിനെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറാ. അല്ലാഹുവിന്റെ ഖുർആൻ ഋജുവായ മാർഗം ഈ മാർഗമാണെന്നും അത് ചൊവ്വായ മാർഗമാണെന്നും അതാണ് ഇസ്ലാമെന്നും ഇസ്ലാം അംബിയാഇന്റെ മാർഗമാണെന്നും ഔലിയാഇന്റെ പാതയാണെന്നും ശുഹദാക്കന്മാരുടെ പിന്തുണയുള്ള മാർഗമാണെന്നും വിശദമായും വ്യക്തമായും ഖുർആനിലൂടെ വിവരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയ ശേഷം പിന്നീട് ഖുർആൻ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സത്യം ഇതാണ് എന്ന് ഞാൻ വ്യക്തമാക്കി നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനെതിരെ നിങ്ങൾ തിരിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ടുള്ള സത്യസന്ദേശത്തിനെതിരെ നിങ്ങൾ തിരിയുന്ന പക്ഷം നുവല്ലിഹി മാ തവല്ലാ, ആ മഹാപാപത്തിന്റെ ഭാരം അവൻ പേറേണ്ടി വരും. വനുസ്ലിഹി ജഹന്നം, ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഖുർആനിക വാക്യത്തിൽ തന്നെ ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് ഇടക്കാലത്ത് വ്യതിചലിച്ചു പോയ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് ഖുർആൻ നൽകുന്നുണ്ട്. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ പിന്തുടർന്ന മാർഗം അല്ലാത്ത മറ്റൊരു മാർഗം അവലംബിക്കുന്നവർ. ആരാണ് സത്യവിശ്വാസികൾ? അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ഈ 4 വിഭാഗവും അവർ അല്ലാഹുവാൽ അംഗീകരിക്കപ്പെട്ടവരാണ്. അവർ അല്ലാഹുവാൽ അംഗീകരിക്കപ്പെട്ടവരും സ്വീകരിക്കപ്പെട്ടവരുമാണ്. അങ്ങനെ സ്വീകരിക്കപ്പെട്ടവരുടെ മാർഗം അതാണ് സത്യവിശ്വാസികളുടെ മാർഗം. ആ മാർഗം വിട്ട് ആരെങ്കിലും മറ്റൊരു വഴി സ്വീകരിക്കുന്ന പക്ഷം നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറാ. അവന്റെ പാപഭാരം അവൻ പേറേണ്ടി വരും. അതിനു പുറമെ ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. നരകം വളരെ മോശപ്പെട്ട കേന്ദ്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ വാക്യത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. മറ്റൊരു ഖുർആൻ വാക്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ഈ മുന്നറിയിപ്പ് അല്ലാഹു നൽകിയത് കാണാം. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും. അല്ലാഹുവിന്റെ പ്രവാചകരെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ.
സൂറത്തുൽ അൻആമിന്റെ 159-ാമത്തെ വാക്യത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും, സ്വന്തം മതം പരിശുദ്ധമായ ഇസ്ലാമിനെ ഭിന്നിപ്പിക്കുകയും ശിഥിലീകരിക്കുകയും ചെയ്ത ആളുകൾ. ഇസ്ലാം മതം ഒരു വീക്ഷണപ്രകാരം 1400 വർഷങ്ങളുടെ പഴക്കമുള്ള മതമാണ്. മറ്റൊരു വീക്ഷണപ്രകാരം മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള മതമാണ്. അത്രയും പഴക്കവും പാരമ്പര്യവുമുള്ള ഈ മതം, അതിന്റെ ദർശനം, അതിന്റെ വിശ്വാസം, അതിന്റെ ആദർശം, അതിന്റെ നിയമസംഹിത, അത് മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നതും അറിയപ്പെട്ടതും പ്രചാരം സിദ്ധിച്ചതുമായ ആദർശമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത്രയും സുവ്യക്തമായ ഈ ആദർശത്തിൽ നിന്ന് വഴിപിരിഞ്ഞ് പുതിയ പ്രസ്ഥാനങ്ങളുണ്ടാക്കി, പുതിയ മതങ്ങളുണ്ടാക്കി, പുതിയ ആദർശങ്ങൾ രൂപീകരിച്ച് ആരെങ്കിലും ഈ മതത്തെ ഭിന്നിപ്പിക്കുന്ന പക്ഷം വകാനൂ ശിയഅൻ, അങ്ങനെ അവർ വ്യത്യസ്ത പാർട്ടികളായി മാറി. വിവിധ പേരുകളിലും വിവിധ നാമങ്ങളിലും അടയാളപ്പെടുത്തപ്പെടുന്ന വ്യത്യസ്ത പാർട്ടികളായി അവർ മാറി. അങ്ങനെ മാറിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ലസ്ത മിൻഹും, ഇസ്ലാമിക ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുറത്തുപോയ വിഭാഗങ്ങൾ ആരൊക്കെയുണ്ടോ അവരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ലസ്ത മിൻഹും, തങ്ങളും അവരും തമ്മിൽ ബന്ധമില്ല. ലസ്ത മിൻഹും ഫീ ശൈഇൻ, ഒരു ബന്ധവും തങ്ങളും അത്തരം ശിഥിലീകരണ പ്രസ്ഥാനങ്ങളും തമ്മിൽ ഇല്ലെന്ന് തീർത്ത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. എന്റെ മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമാകുന്ന മതത്തെ ശിഥിലീകരിക്കുകയും ഇസ്ലാമിനെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ വ്യത്യസ്ത കക്ഷികളും പാർട്ടികളുമായി വഴിതിരിയുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അല്ലാഹു അവരുടെ കാര്യം അല്ലാഹു തീരുമാനിച്ചുകൊള്ളും. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ അവർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, അതേക്കുറിച്ച് പാരത്രിക ലോകത്ത് അവർ വിചാരണ ചെയ്യപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 159-ാമത്തെ വാക്യത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. ഈ ഖുർആൻ വാക്യം ഇസ്ലാമിനെ ഭിന്നിപ്പിച്ച് ഇസ്ലാമിക ആദർശങ്ങളെ ശിഥിലമാക്കി മുസ്ലിം ഉമ്മത്തിൽ പുതിയ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്ന ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വകുല്ലു മൻ ഇബ്തദഅ വജാഅ ബിമാ ലം യഅ്മുരില്ലാഹു അസ്സ വജല്ല ബിഹി ഫഖദ് ഫറഖ ദീനഹു. പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അല്ലാഹു കൽപ്പിച്ചിട്ടില്ലാത്ത ആദർശങ്ങളുമായി അവര് ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആളുകൾ ഫഖദ് ഫറഖ ദീനഹു, അവൻ മതത്തിൽ ശിഥിലീകരണം സൃഷ്ടിക്കുന്നവരാണ്. അവർ മതത്തിൽ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന് പറഞ്ഞ് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. വറവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹിൽ ആയ ഇന്നല്ലദീന ഫറഖൂ ദീനഹും എന്ന ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഹും അഹ്ലുൽ ബിദ്അഇ, അവർ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളാകുന്നു, അവർ ബിദ്അത്തിന്റെ ആളുകളാകുന്നു. വ അഹ്ലുൽ ളലാലത്തി, വഴികേടിന്റെ ആളുകളാകുന്നു. മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്നും പുത്തൻ പ്രസ്ഥാനക്കാരായി പിൽക്കാലത്ത് രൂപപ്പെട്ട് വരുന്നവരാരോ അവരാണ്
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ എന്ന ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന ഈ വാക്യത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന വിഭാഗം ഈ സമുദായത്തിലെ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. ഇമാം ഖുർത്തുബി തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഒരു പ്രസ്താവന തന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ആയിഷത, ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ഇന്നമാ ഹും അസ്ഹാബുൽ ബിദ്അ വഅസ്ഹാബുൽ അഹ്വാഇ വഅസ്ഹാബുൽ ളലാലത്തി മിൻ ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ പിടച്ച വിഭാഗങ്ങൾ, ഈ സമുദായത്തിലും പ്രത്യക്ഷപ്പെടുന്ന പുത്തൻ വാദികളുടെ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവരാണ് ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശദീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന വിഭാഗമെന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ആ വിശദീകരണം കഴിഞ്ഞ് ആയിഷ ബീവിയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ ആയിഷ, ഓ ആയിഷ, ഇന്ന ലികുല്ലി സ്വാഹിബി ദംബിൻ തൗബ. ഏതൊരു പാപ്പിക്കും തൗബയുണ്ട്. വ്യഭിചരിച്ചവന് തൗബയുണ്ട്, മോഷ്ടാവിന് തൗബയുണ്ട്, ഏതൊരു പാപ്പിക്കും തൗബയുണ്ട്. പക്ഷേ വൈറാ സുഹാബിൽ ബിദ്അ, പുത്തൻവാദികൾക്ക് തൗബയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ന ലികുല്ലി സ്വാഹിബി ദംബിൻ തൗബ. ഏതൊരു ദോഷിക്കും തൗബയുണ്ട്, ഏതൊരു തമ്മാടിക്കും തൗബയുണ്ട്. വൈറാ സുഹാബിൽ ബിദ്അ വഅസ്ഹാബിൽ അഹ്വാഇ ലൈസ ലഹും തൗബത്തുൻ. പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവർക്ക് തൗബയില്ല. അവർക്ക് തൗബയില്ലെന്ന് മാത്രമല്ല, വഅന ബരീഉം മിൻഹും, ഞാൻ അവരുമായി ബന്ധമില്ല, ഞാൻ അവരെ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി സഹോദരങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ ഗ്രന്ഥത്തിന്റെ 4-ാമത്തെ വാള്യം 150-ാമത്തെ പേജിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും എന്നാരംഭിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്യത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന്, അഹ്ലുസുന്നയിൽ നിന്ന് അതത് കാലങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാൽ വഴിപിരിഞ്ഞു പോയ പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമില്ല, അവർക്ക് തൗബയില്ല, ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ഈ ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് അവസാനിച്ചില്ല. ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പ് വിതച്ചുകൊണ്ട്, ഇസ്ലാമിക ആദർശങ്ങളെ ശിഥിലീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് വേറെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണും, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, അന്ത്യദിനം അടുക്കുമ്പോൾ, അവസാന കാലമാകുമ്പോൾ, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന ചില ദജ്ജാലുകൾ അവസാന കാലഘട്ടത്തിൽ
ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുമെന്നും യഅ്തൂനകും മിനൽ ഹദീസി, അവർ ചില റിപ്പോർട്ടുകൾ പറയും, ചില ആദർശങ്ങൾ പറയും, ചില ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കും. ഈ ആശയങ്ങൾ ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ നാളിതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ ആദർശങ്ങളും പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളുമായി അവസാന കാലഘട്ടത്തിൽ ചിലർ പ്രത്യക്ഷപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകിയ ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഫഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ വേണ്ടതുപോലെ സൂക്ഷിച്ചുകൊള്ളണം, അവരെ നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചുകൊള്ളണം. ലാ യുളില്ലൂനകും, അവര് നിങ്ങളെ വഴിപിഴപ്പിക്കരുത്. വലാ യഫ്തിനൂനകും, അവര് നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്തരുത്. വളരെ ശ്രദ്ധയോടെ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം കള്ളന്മാർക്കെതിരെ ശക്തമായ നിതാന്തമായ ജാഗ്രത മുസ്ലിം സമുദായം പുലർത്തണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ വളരെ കൃത്യമായ ചില മുന്നറിയിപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ നൽകിയത് കാണാം. സുഹാബത്തിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നിർവഹിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഷാമിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ യമനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബത്തിൽ നിന്നും ഒരു വിഭാഗം എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് ആവശ്യപ്പെട്ടു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നജ്ദിന് വേണ്ടി കൂടി തങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, നജ്ദിൽ ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണമെന്ന് സ്വഹാബത്ത് ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമതും അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുവേ ശാമിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, യമനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ. മൂന്നാമതും സ്വഹാബത്ത് ആവശ്യപ്പെട്ടു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, നജ്ദിന് വേണ്ടി കൂടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് ഒന്നും രണ്ടും മൂന്നും തവണ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹുനാകസ്സലാസിലു വൽ ഫിതനു വബിഹാ യത്ലഉ ഖർനു ശൈത്താൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ശൈത്വാന്റെ പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് നജ്ദിലായിരിക്കും. അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയ ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിന്റെ 3-ാമത്തെ വാള്യം 621-ാമത്തെ പേജിൽ സഹോദരങ്ങളെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്താണ്? പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ സ്വീകാര്യമായ മതം. ആ മതമാണെങ്കിൽ അള്ളാഹു ചൊവ്വായ മാർഗം എന്നതുകൊണ്ട് അടയാളപ്പെടുത്തിയ മതമാണ്. ചൊവ്വായ മാർഗമാണെങ്കിലോ ആ ചൊവ്വായ വഴിയിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഒരു ദിവസം 17 തവണ നാം പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട മാർഗമാണ് ചൊവ്വായ മാർഗം. ആ ചൊവ്വായ മാർഗം ആരുടെ മാർഗമാണ്? അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗമാണ്. അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാരാണ്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. പ്രവാചകന്മാരും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഉൾക്കൊള്ളുന്ന ഈ വിഭാഗം അവർ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ആ മാർഗത്തിലേക്ക് ചേർക്കണമെന്നാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
അതാണ് ഇസ്ലാമെന്നും അതാണ് എന്റെ ചൊവ്വായ മാർഗമെന്നും ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരണമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിക്കുന്നു. ആ മാർഗത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചവർ, ആ മാർഗത്തിൽ ശിഥിലീകരണം സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരും അള്ളാഹുവിന്റെ പ്രവാചകനും തമ്മിൽ, അള്ളാഹുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അവർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരാണെന്നും അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവസാന കാലഘട്ടമാകുമ്പോൾ അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഭിന്നിച്ചു പോകുന്ന ചില ശിഥിലീകരണ ശക്തികൾ പ്രത്യക്ഷപ്പെടുമെന്നും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ പാരമ്പര്യമായി നിങ്ങൾ വിശ്വസിച്ചു വരുന്ന, നിങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളോ പറയാതെ പരിചയപ്പെടുത്താതെ പുതിയ ആദർശങ്ങളും പുതിയ ചിന്തകളും നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വിഭാഗത്തെ നിങ്ങൾ കരുതിയിരിക്കണമെന്നും അവരുടെ വഞ്ചനയിൽ അകപ്പെടുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്നും അതിനെതിരെ നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ആ ശിഥിലീകരണ പ്രസ്ഥാനത്തിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് നജിദിലായിരിക്കുമെന്നും നജിദിൽ പ്രകൃതി ദുരന്തങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകമായ ശിക്ഷയും അവതരിക്കുന്ന അഭിശപ്തമായ പ്രദേശമാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. സഹോദരങ്ങളെ, ആ നജിദിൽ നിന്നാണ് പിൽക്കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ചെകുത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. ദുൽ ഖുവൈസിറത്തു തമീമി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഖവാരിജിന്റെ നേതാവായിരിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ആ ദുൽ ഖുവൈസിറത്തു തമീമിയുടെ സന്താന പരമ്പരയിലാണ് 1111 ഹിജ്റ വർഷം 1111 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ ജനിക്കുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് വഹാബിസം എന്ന പ്രസ്ഥാനത്തിന്റെ അധിപനും അതിന്റെ പ്രചാരകനുമായി തീർന്നു. കേരളത്തിൽ നാം വിചാരണക്കെടുക്കുന്ന വഹാബിസം എന്ന പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് ഇബ്നു അബ്ദുൽ വഹാബ്, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള എന്നീ 4 പ്രധാന നേതാക്കന്മാരിലൂടെയാണ്. സൗദിയിലെ റിയാദ് എന്നറിയപ്പെടുന്ന നജിദിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഇബ്നു അബ്ദുൽ വഹാബും ഈജിപ്തിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ഈ 4 പേരിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ വഹാബിസം അതിന്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതിനുശേഷം 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ വഹാബിസം പിളർന്നു. അങ്ങനെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി കേരളത്തിൽ വഹാബിസത്തിന്റെ വിവിധ രൂപങ്ങൾ, വിവിധ ഘടകങ്ങൾ നമുക്കിന്ന് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അതെല്ലാം വഹാബിസമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും തബ്ലീഗ് ജമാഅത്താണെങ്കിലും ഇനി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിലും അതെല്ലാം വഹാബിസത്തിന്റെ വിവിധ മുഖങ്ങളും വിവിധ പതിപ്പുകളുമാണ്. ഈ വഹാബിസം ആദർശം സ്വീകരിച്ചത് ഈജിപ്തിൽ നിന്നുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും ആദർശങ്ങളിൽ നിന്നാണ് എന്ന് കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടന അതിന്റെ സംസ്ഥാന ഭാരവാഹി MI മുഹമ്മദ് സുല്ലമി എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. മുസ്ലിം സമൂഹത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പണ്ഡിത നേതാക്കളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ആവേശവും പ്രചോദനവും സ്വീകരിച്ചിട്ടുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു,
സയ്യിദ് റഷീദ് റിള തുടങ്ങിയവരുടെ ചിന്തകളാണ് കേരളത്തിലെ പരിഷ്കർത്താക്കളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. ഇത് മടവൂർ ഗ്രൂപ്പിന്റെ പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പേരിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലും ജമാലുദ്ദീൻ അഫ്ഗാനിയാണ് കേരളത്തിലെ വഹാബിസത്തിന്റെ ആദർശ പുരുഷൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുവിനെയും റഷീദ് റിളയെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ വിചാരണക്കെടുക്കുമ്പോൾ ഈ 4 നേതാക്കളെ കുറിച്ച് നാം ചെറിയ രൂപത്തിൽ പഠിക്കണം. ആരാണിവർ? ഒറ്റവാക്കിൽ ഞാൻ പറയുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടികളാണ് ഈ 4 വ്യക്തികളും. അവരിൽ നിന്നാണ് കേരളത്തിലെ വഹാബിസം ആദർശം സ്വീകരിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് ലോകം കണ്ട ഏറ്റവും വലിയ രക്തദാഹിയും ഏറ്റവും വലിയ കൊള്ളക്കാരനും ഏറ്റവും വലിയ കൊലയാളിയുമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം സൗദി അറേബ്യൻ ഭരണകൂടത്തെ സ്വാധീനിച്ച് മക്കയിലുണ്ടായിരുന്ന, മദീനയിലുണ്ടായിരുന്ന, സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ഒട്ടുവളരെ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയും ഒത്തിരി സത്യവിശ്വാസികളെ വധിക്കുകയും ചെയ്തുകൊണ്ടാണ് തന്റെ വഹാബി പ്രസ്ഥാനം സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്നതിന് കളമൊരുക്കിയത് എന്ന ചരിത്ര സത്യം ഞാനിവിടെ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. സമയമുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ തേരോട്ടത്തെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പിന്നീട് പറയും. ഈ മനുഷ്യൻ മുസ്ലിം സമുദായത്തെ മൊത്തവും കാഫിറാക്കി എഴുതി തള്ളി സൗദിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ വഹാബിന്റെ മറ്റൊരു മകൻ ഷെയ്ഖ് സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി, സ്വന്തം സഹോദരൻ ഇബ്നു അബ്ദുൽ വഹാബിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ഈ മനുഷ്യൻ എന്റെ സഹോദരനാണെങ്കിൽ പോലും ഇസ്ലാമിക ശരീഅത്തിനെതിരെയും മുസ്ലിം ഉമ്മത്തിനെതിരെയും ഒരിക്കലും നീതീകരിക്കാനാകാത്ത കടുത്ത വാദങ്ങളുമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് മുസ്ലിം സമുദായത്തെ ഉത്ബോധിപ്പിക്കുകയും അതിനു പുറമെ അദ്ദേഹം ഇബ്നു അബ്ദുൽ വഹാബിന് നേരിട്ട് തന്നെ സഹോദരങ്ങളെ കത്തെഴുതുകയുണ്ടായി. സ്വന്തം സഹോദരന് അദ്ദേഹം കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ദുൽ വഹാബ്, ഓ ഇബ്നു അബ്ദുൽ വഹാബ്, ഫഇന്നി അൻസഹുക ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന് വേണ്ടി നിന്നെ ഗുണദോഷിക്കുന്നു. അന്ത കുഫ്ഫ ലിസാനക അനിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കടന്നാക്രമിക്കുന്ന നിന്റെ പ്രവർത്തനവും നിന്റെ പ്രചാരണവും നീ അവസാനിപ്പിക്കേണ്ടതുണ്ട്. വലാ സബീല ലക ഇലാ തക്ഫീരിസ് സവാദിൽ അലമി മിനൽ മുസ്ലിമീൻ, മുസ്ലിം ഭൂരിപക്ഷത്തെ നീ കാഫിറാക്കി ചിത്രീകരിക്കുകയാണ്. ഒരിക്കലും ഭൂരിപക്ഷത്തെ കാഫിറാക്കുവാൻ നിനക്ക് അധികാരമില്ല. വഅന്ത ശാദുൻ, നീ ഒറ്റപ്പെട്ടവനാണ്. അനിസ്സവാദിൽ അഅലം, ബഹുഭൂരിപക്ഷത്തിൽ നിന്നും ഒറ്റപ്പെട്ട നിനക്ക് മുസ്ലിം ഭൂരിപക്ഷത്തെ കാഫിറാക്കുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖ് സുലൈമാൻ വിശദീകരിക്കുന്നു, ഫനിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ശദ്ദ അനിസ്സവാദിൽ അഅലമി അഖ്റബു, യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ കാഫിറാണ് എന്ന് പറയുന്നതിലേറെ സൗകര്യം ഈ ബഹുഭൂരിപക്ഷത്തിൽ നിന്ന് ഒറ്റപ്പെട്ട നീ കാഫിറാണ് എന്ന് പറയലാണ് എന്ന് വരെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. ലിഅന്നഹു തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, കാരണം ഈ ഒറ്റപ്പെട്ടു പോയ വ്യക്തി പിന്തുടരുന്നത് മുസ്ലിമീങ്ങളുടെ മാർഗമല്ല, മുഅ്മിനീങ്ങളുടെ മാർഗമല്ല. മുഅ്മിനീങ്ങളുടെ മാർഗം വിട്ടുകൊണ്ട് മറ്റൊരു മാർഗം സ്വീകരിക്കുന്നതിനെതിരെ അല്ലാഹുവിന്റെ ഖുർആൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വിറാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും സത്യവിശ്വാസികൾ അവലംബിച്ച മാർഗത്തിൽ നിന്നും
ആരെങ്കിലും വഴിതിരിഞ്ഞു പോകുന്ന പക്ഷം അവർ നരകാവകാശികളായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ കാഫിറാക്കി എഴുതിത്തള്ളുന്ന ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്നും നീ പിന്മാറണമെന്ന് പറഞ്ഞ് സ്വന്തം സഹോദരൻ ഇബ്നു അബ്ദുൽ വഹാബിന് സഹോദരങ്ങളെ കത്തെഴുതുകയുണ്ടായി. അങ്ങനെ സ്വന്തം കുടുംബത്തിൽ പോലും അംഗീകരിക്കപ്പെടാത്ത, സ്വന്തം പിതാവോ സ്വന്തം സഹോദരനോ അംഗീകരിച്ചിട്ടില്ലാത്ത, സമകാലീനരായ പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ലാത്ത രക്തദാഹിയും കൊലയാളിയും കൊള്ളക്കാരനുമായ ഒരു വ്യക്തിയാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹമാണ് പിൽക്കാലത്ത് വഹാബിസം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അദ്ദേഹത്തിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ KM മൗലവി ഉൾപ്പെടെയുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കന്മാർ പ്രവർത്തിച്ചു വന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം ആദർശം സ്വീകരിച്ച വളരെ പരിശുദ്ധനായ വ്യക്തിയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാതെ വഹാബികൾ പരിചയപ്പെടുത്താറില്ല. എന്നാൽ ഈ മനുഷ്യൻ സർവമത സത്യവാദിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ എല്ലാ ഗ്രന്ഥകാരന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി ചരിത്രം എഴുതിയവരല്ല. നിഷ്പക്ഷമായ പഠനം, ചരിത്ര പഠനം അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കിയ രചിച്ച എല്ലാ പണ്ഡിതന്മാരും ഈ മനുഷ്യന്റെ സർവമത സത്യവാദത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളും ഒന്നാക്കാൻ വേണ്ടിയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി പ്രവർത്തിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി അത്തരം വിചിത്രമായ ഒരു ശ്രമത്തിന് ഒരുങ്ങിയിരുന്നു. ദീനെ ഇലാഹി എന്ന പേരിൽ ഹിന്ദുമതത്തിൽ നിന്ന് അല്പം, ക്രൈസ്തവ മതത്തിൽ നിന്ന് അല്പം, ഇസ്ലാം മതത്തിൽ നിന്ന് കുറെ ഭാഗങ്ങൾ, ഇങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളിൽ നിന്നും അല്പാൽപം ശേഖരിച്ചുകൊണ്ട് ഒരു പുതിയ മതം, എല്ലാ മതങ്ങളുടെയും സമന്വയം, അത് സൃഷ്ടിക്കുവാൻ വേണ്ടി അക്ബർ ചക്രവർത്തി പ്രവർത്തിച്ചതുപോലെ ആഗോളതലത്തിൽ മതങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒന്നാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സർവമത സത്യവാദത്തിന്റെ വക്താവാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തെക്കുറിച്ച് ഫിൽ അദബിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ഉമറുദ്ദസൂഖി എന്ന ആധുനിക ചരിത്ര പണ്ഡിതൻ വിശദീകരിച്ചിട്ടുണ്ട്. വറജഅതു ഇലാ അഹ്ലിൽ അർളി, ജമാലുദ്ദീൻ അഫ്ഗാനി അദ്ദേഹത്തിന്റെ സർവമത സത്യവാദം വിശദീകരിക്കുകയാണ്. ഉമറുദ്ദസൂഖി അത് ഉദ്ധരിക്കുന്നു. ഞാൻ നാട്ടിലേക്ക് മടങ്ങി, വബഹസ്തു ഫീ അഹമ്മി മാ ഫീഹി, വളരെ മുഖ്യമായ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തു. ഏതാണ് ആ വിഷയം? യഖ്തലിഫൂന, ജനങ്ങളെല്ലാവരും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ലോകത്തുള്ള മനുഷ്യർ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലും അനൈക്യത്തിലും ഛിദ്രതയിലും കഴിയുന്നത്? അതേക്കുറിച്ച് ഞാൻ ഗാഢമായി ചിന്തിച്ചു. ലോകത്ത് ഒരു കാലത്തും ഐക്യമുണ്ടായിട്ടില്ലല്ലോ, എല്ലാ കാലത്തും ഇവിടെ ഭിന്നിപ്പാണ്. എന്തുകൊണ്ട് ഈ അനൈക്യവും ശിഥിലീകരണവും ഭിന്നിപ്പും ലോകത്ത് നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ഗാഢമായി ആലോചിച്ചപ്പോൾ ഫവജത്തുഹു, എനിക്ക് മനസ്സിലായി, അദ്ദീന, ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നത് മതമാണ്. ലോകത്ത് ഭിന്നിപ്പും കുഴപ്പവും ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന കാരണം മതമാണ് എന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ ഫഅഖൽതുൽ അദിയാന സലാസ, ഞാനൊരു 3 മതം പരീക്ഷണാർത്ഥം എടുത്ത് പരിശോധിച്ചു. പ്രധാനപ്പെട്ട 3 മതങ്ങൾ ഞാൻ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വബഹസ്തു ഫീഹാ ബഹ്സൻ മുജറദൻ അൻ കുല്ലി തഖലീദിൻ മുൻസരിഫൻ അൻ കുല്ലി തഖയ്യുദിൻ മുത്ലഖൻ ലിൽ അഖലി സറാഹ, ബുദ്ധിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത്
യാതൊരു പക്ഷഭേദവും കൂടാതെ ആ മതങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഞാൻ ആലോചിച്ചു, സ്വതന്ത്രമായി ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ വവജദ അന്നൽ അദിയാന സലാസത തത്തഫിഖു ഫിൽ ഗായതി വൽ മബ്ദഇ. എല്ലാ മതങ്ങളും അതിന്റെ ലക്ഷ്യം ഒന്നാണ്. 3 മതങ്ങളെ പ്രധാനമായി ഞാൻ എടുത്ത് ആലോചിച്ച് പഠിച്ചു നോക്കുമ്പോ എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്. അതിന്റെ ആരംഭവും ഒന്ന് തന്നെ, തുടക്കവും ഒടുക്കവും എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് ഞാൻ കണ്ടെത്തി. വഅന്നഹു ഇദാ നഖസ ഫിൽ വാഹിദി ശൈഉൻ മിൻ അവാമിരിൽ ഖൈറിൽ മുത്ലഖി ഇസ്തക്മലഹു സാനി. ഒരു മതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് മറ്റേ മതം പരിഹരിക്കും. ഒരു മതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ അത് അടുത്ത മതം പരിഹരിക്കുന്നു. ആ മതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ മതം പരിഹരിക്കുന്നു. അങ്ങനെ മതങ്ങൾ എല്ലാം ലക്ഷ്യത്തിലും അതിന്റെ മാർഗത്തിലും എല്ലാം ഒന്നാണ് എന്ന് ഞാൻ കണ്ടെത്തി. ഏതെങ്കിലും മതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അടുത്ത മതം അത് പരിഹരിക്കുന്നുണ്ട്. وإذا تقادم العهد على الخلق وتمادوا في الطغيان وساءت الكهان فهم الناموس أو أنقصوا من جوهره أتاهم رسول. കാലക്രമത്തിൽ മതത്തിൽ പുരോഹിതന്മാർ എന്തെങ്കിലും കടത്തിക്കൂട്ടുകയോ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള നിയമങ്ങളോ ചട്ടങ്ങളോ ഭേദഗതി ചെയ്യപ്പെടുകയോ ദുർവ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അതത് കാലഘട്ടങ്ങളിൽ ഓരോ മതത്തിലും പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാർ ആ ന്യൂനതകളെ പരിഹരിക്കുകയും അങ്ങനെ മതത്തെ പൂർത്തീകരിക്കുകയും അതിനെ പൂർണ്ണമായ രൂപത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വിശദീകരണമാണ്. ഒടുവിൽ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് വഇദാ കാനത്തിൽ അദിയാനു മുത്തഫിഖതൻ ഫിൽ മബ്ദഇ വൽ ഗായതി, ലക്ഷ്യത്തിലും തുടക്കത്തിലും മതം എല്ലാം ഒന്നാണെങ്കിൽ ഫമല്ലദീ യുഹവ്വിലു ബൈന അഹ്ലി ഹാദിഹിൽ അദിയാനി വബൈനൽ ഇത്തിഹാദി ഫമല്ലദീ യഹൂലു ബൈന അഹ്ലി ഹാദിഹിൽ അദിയാനി വബൈനൽ ഇത്തിഹാദി. എന്തിനാ പിന്നെ ഈ കുറെ മതങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത്? എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാണ്, എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്. എങ്കിൽ പിന്നെ കുറെ മതങ്ങൾ ഇങ്ങനെ നിലനിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും അവസാനിപ്പിച്ച് ഈ മതങ്ങളെയെല്ലാം ഒന്നാക്കി മാറ്റുന്നതിനെ കുറിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനി വളരെ ഗൗരവത്തിൽ ആലോചിച്ചു. മാത്രമല്ല ഇന്ന ഇത്തിഫാഖഹും വവഹദതഹും, അവരുടെ ഐക്യവും അവരുടെ യോജിപ്പും തക്ഫുലു ലഹുമുസ് സആദത്തു ലിൽ ബശരിയ്യ, അത് മനുഷ്യ സമൂഹത്തിന് നല്ല വിജയം നൽകുമല്ലോ. മനുഷ്യ സമുദായത്തിന് നല്ല വിജയവും പുരോഗതിയും ഉണ്ടാകുന്നതിന് ഈ ഐക്യവും സർവമത ഐക്യം കാരണമായി തീരുമെന്ന് സഹോദരങ്ങളെ ജമാലുദ്ദീൻ അഫ്ഗാനി ആലോചിക്കുകയും അങ്ങനെ ഈ മതങ്ങളെ മൊത്തവും ഐക്യപ്പെടുത്തി അതെല്ലാം ഒന്നാക്കി മാറ്റുന്നതിന് അദ്ദേഹം സജീവമായി കരുക്കൾ നീക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം ഉമറുദ്ദസൂഖി ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മതൻ വാഹിദതൻ വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക എന്നിങ്ങനെ പറഞ്ഞ് അല്ലാഹുവിന്റെ ഖുർആൻ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഉമറുദ്ദസൂഖി സൂചിപ്പിക്കുന്നു, വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മതൻ വാഹിദതൻ. ഈ ഖുർആൻ വാക്യം ജമാലുദ്ദീൻ അഫ്ഗാനി മറന്നുപോയി. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും ഈ ലോകത്തുള്ള സർവമാന മനുഷ്യരെയും ഒരു മതത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കുവാൻ അല്ലാഹുവിന് സാധിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ ചെയ്തില്ല? അങ്ങനെ ഒരു തീരുമാനം അല്ലാഹുവിനില്ല.